ഇന്നലെ ഈ ഒരു അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വാക്കാണ് ബ്ലാക്ക് ബോക്സ് എന്നുള്ള കാര്യം. ഒരു വിമാനാപകടം ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും അതുതന്നെയാണ്. ഇന്നലെ ഈ അപകടത്തിന് പിന്നാലെ തന്നെ അവിടെ തെരച്ചിൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ രാത്രിയോടുകൂടി ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനായുള്ള തെരച്ചിലാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ നടക്കുന്നത്. ഈ ബ്ലാക്ക് ബോക്സിനെ കുറിച്ചാണ് നമ്മൾ അല്പം ഒന്ന് വിശദമായി പരിശോധിക്കുന്നത്. ഒരു വിമാനത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 ബ്ലാക്ക് ബോക്സുകളാണ് ഉണ്ടായിരിക്കുക. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം തന്നെയാണ്. കാരണം എല്ലാ വിവരങ്ങളും, ഒരു അപകടം നടക്കുകയാണെങ്കിൽ എങ്ങനെ ഈ ഒരു അപകടം സംഭവിച്ചു, എന്തായിരുന്നു പ്രശ്നം എന്നതടക്കമുള്ള എല്ലാ വിവരങ്ങളും ബ്ലാക്ക് ബോക്സിൽ നിന്ന് ആ ഒരു പരിശോധനയിലൂടെ നമുക്ക് ലഭ്യമാകും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിമാനാപകടം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് തെരച്ചിൽ സംഘങ്ങൾ കടക്കുന്നത്. ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. കാരണം അവിടെ നടക്കുന്ന ഒരു വിമാനത്തിനകത്ത് നടക്കുന്ന ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ആയിരിക്കും ഈ ബ്ലാക്ക് ബോക്സിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അതിലുള്ള വിവരങ്ങൾ നമുക്ക് ഈ പരിശോധനകളിലൂടെ ലഭ്യമാകും. 2 ബോക്സുകളാണ് ഉണ്ടാവുക. ഒന്ന് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ, അത് പിൻഭാഗത്തായിരിക്കും. മറ്റൊന്ന്, രണ്ടാമത്തേത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ. ഈ ഇന്നലത്തെ അഹമ്മദാബാദ് അപകടം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പിൻഭാഗത്തെ ബ്ലാക്ക് ബോക്സ് ആണ് കണ്ടെത്താൻ ഈ തെരച്ചിൽ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇന്നലെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ടേക്ക് ഓഫ് ചെയ്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അടുത്തുള്ള സമീപമുള്ള ഹോസ്റ്റലിന്റെ കെട്ടിടത്തിന് മുകളിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. പിറകിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിറകിലുള്ള ബ്ലാക്ക് ബോക്സ് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും പ്രധാനമെന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും പ്രധാനം ഈ CVR തന്നെയാണ്, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ. കാരണം കോക്പിറ്റിൽ ഉൾപ്പെടെ എന്തൊക്കെ ഈ പൈലറ്റും കോ പൈലറ്റും തമ്മിൽ എന്തൊക്കെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ CVRൽ റെക്കോർഡഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒന്നാമത്തെ ഫ്രണ്ടിലുള്ള കോക്പിറ്റിനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടങ്ങുന്നത്. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നാമെങ്കിലും ബ്ലാക്ക് ബോക്സിന്റെ യഥാർത്ഥ നിറം എന്ന് പറയുന്നത് തിളങ്ങുന്ന ഓറഞ്ച് നിറം, ഫ്ലൂറസെന്റ് ഓറഞ്ച് നിറമായിരിക്കും. കാരണം നമുക്കറിയാം ഇങ്ങനെയൊരു തീപിടുത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഈ ഒരു ഉപകരണത്തെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അതിന്റെ നിറം തന്നെയാണ്. ഫ്ലൂറസെന്റ് ഓറഞ്ച് നിറത്തിലുള്ളതായിരിക്കും ഈ ബ്ലാക്ക് ബോക്സ് എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതിന് ലോഹ നിർമ്മിതമായിരിക്കും. കാരണം ഏതൊരു ശക്തമായ തീപിടുത്തത്തിനെയും ഉൾപ്പെടെ അതുപോലെ തന്നെ എന്ത് ദുരന്തങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ്, ലോഹ നിർമ്മിതമായൊരു ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. കടുത്ത ചൂടിനെയും ആഘാതത്തെയും അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അതിജീവനം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ബ്ലാക്ക് ബോക്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള രേഖകൾ നമുക്ക് പിന്നീട് ഈ കണ്ടെത്തലിലൂടെ ലഭ്യമാകുന്നതും പിന്നീട് കൂടുതൽ തുടർ അന്വേഷണങ്ങളിലേക്കും അല്ലെങ്കിൽ തുടർ കാര്യങ്ങളിലേക്കുമൊക്കെ എങ്ങനെ അപകടം സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് ആ വിമാനത്തിനകത്ത് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാനായി നമ്മളെ സഹായിക്കുന്നതും അത് തന്നെയാണ്. കാരണം ഈ ഉയർന്ന താപനില, അതുപോലെ വെള്ളത്തിൽ മുങ്ങൽ എന്നുള്ള ആഘാതമൊക്കെ ഇതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിർമ്മാണ രീതി തന്നെയാണ് ഉള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ബ്ലാക്ക് ബോക്സുകളാണ് ഉള്ളത്. അതിലുള്ള നിർണായക വിവരങ്ങൾ 80-ലധികം വിവരങ്ങൾ ഈ ഒരു ബ്ലാക്ക് ബോക്സിനകത്ത് ശേഖരിക്കുന്നു അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ പറയുന്നത്. ഉയരം, സമയം, വേഗത, ദിശ, അതുപോലെ തന്നെ എഞ്ചിൻ പ്രവർത്തനങ്ങൾ തീർന്നില്ല, അതുപോലെ കൺട്രോൾ സിസ്റ്റങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയ സാങ്കേതിക വിവരങ്ങളെല്ലാം തന്നെ വിമാനത്തിനകത്തെ ഈ ബ്ലാക്ക് ബോക്സുകളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് പിന്നീടുള്ള തുടർ അന്വേഷണങ്ങളിൽ നമ്മളെ സഹായിക്കുന്നതുമാണ്. പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ CVR എന്ന് പറയുന്ന ഉപകരണത്തിനകത്ത് ഈ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ടാകും. അതുപോലെ എഞ്ചിൻ ശബ്ദങ്ങൾ, കോക്പിറ്റിലെ റേഡിയോ ട്രാൻസ്മിഷനുകൾ, അങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുമാത്രമല്ല ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്ലൈറ്റിന്റെ ഉയരം, അതുപോലെ തന്നെ കാറ്റിന്റെ വേഗത ആ സമയത്ത് എങ്ങനെയായിരുന്നു, ഫ്ലൈറ്റിന്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ്. FTRൽ നോക്കുകയാണെങ്കിൽ ഈ വായുവേഗം എങ്ങനെയായിരുന്നു, എത്രത്തോളം വായുവേഗം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വായുവിന്റെ മർദ്ദം എങ്ങനെയായിരുന്നു, ചക്രങ്ങളുടെ നില എങ്ങനെയായിരുന്നു, ഇന്ധന ഫ്ലോ എങ്ങനെയായിരുന്നു, ഉപകരണങ്ങളുടെ സ്ഥാനം എല്ലാം കൃത്യസ്ഥാനത്ത് തന്നെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പിറകെ വശത്തുള്ള കോക്പിറ്റിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നീട് വരുന്നത് CVR. ഇതും നമ്മൾ പറയുകയുണ്ടായി. കോക്പിറ്റിലെ ശബ്ദങ്ങൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ, കാരണം ഈ റേഡിയോ ആശയവിനിമയം, മുന്നറിയിപ്പില്ലാത്ത ശബ്ദങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ CVRൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും.
എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഈ ഡേറ്റ വീണ്ടെടുക്കുന്നത് എങ്ങനെയെന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്. നമ്മൾ നേരത്തെ നമ്മുടെ റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ലൈവിൽ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോക്പിറ്റ് നമുക്ക് ഒരു ബ്ലാക്ക് ബോക്സ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്, ഇനി മറ്റൊരെണ്ണം കൂടി ലഭ്യമാകാനുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ അത് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ 10-20 ദിവസം നമുക്ക് ഈ ഒരു എന്തായിരുന്നു സംഭവ കാരണം, അപകട കാരണം എന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും. കാരണം അതിന്റെ പരിശോധന അങ്ങനെയാണ്. കാരണം ഈ അപകട സ്ഥലത്ത് നിന്ന് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനായി പ്രത്യേക ഉപകരണങ്ങളൊക്കെ തന്നെയുണ്ട്. ഈ ബ്ലാക്ക് ബോക്സിലെ ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് അതിനകത്തുള്ള വിവരങ്ങളൊക്കെ തന്നെ അധികൃതർ ശേഖരിക്കുന്നത്.